പാലക്കാട് ജില്ലയിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി അധ്യാപകന് നേരെ കൊലവിളി നടത്തിയ വിദ്യാർത്ഥിയുടെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതിൽ പ്രതികരണവുമായി മന്ത്രി ആർ ബിന്ദു രംഗത്തെത്തി. സംഘർഷ സന്ദർഭങ്ങളിൽ വേണ്ടത് ചേർത്ത് പിടിക്കലിന്റെ ആർദ്രസ്പർശമാണെന്നും വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് അധ്യാപകർക്ക് ചേർന്നതല്ലെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഉള്ളിൽ അഗ്നിപർവ്വതവും പേറി ജീവിക്കേണ്ടി വരുന്ന എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. ആരാണ് അതിന് കാരണക്കാര്? ആ കുഞ്ഞുങ്ങളാണോ എന്ന് കുട്ടിയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ മത്സരിച്ച് പ്രചരിപ്പിക്കുന്ന മുതിർന്നവരോട് മന്ത്രി ചോദിക്കുന്നുണ്ട്. വിദ്യാർത്ഥിക്ക് അവൻ്റെ വൈകാരിക സംഘർഷങ്ങളുടെ സന്ദർഭങ്ങളിൽ ചേർത്തുപിടിക്കലിൻ്റെ ഒരു ആർദ്രസ്പർശം മതിയാകും അവനിൽ മാറ്റമുണ്ടാകാനെന്നും അതിനു പകരം വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് തീർച്ചയായും അധ്യാപകർക്ക് ചേർന്ന കാര്യമല്ലെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിലെ സ്കൂളുകളിൽ നടക്കുന്ന മാതൃകാപരമായ കാര്യങ്ങളുടെ വീഡിയോകൾ ഷെയർ ചെയ്യാതെ ഒരു കുഞ്ഞിൻ്റെ വിഹ്വല മുഹൂർത്തങ്ങൾ പങ്കുവെച്ച് അവനെ ക്രിമിനലാക്കി അത് സാമാന്യവൽക്കരിച്ച് കേരളത്തിലെ കുഞ്ഞുങ്ങളെ ആകെ മോശക്കാരായി ചിത്രീകരിക്കുന്ന മുതിർന്നവരുടെ ഉള്ളിലെ സാഡിസ്റ്റിനെ കുടഞ്ഞുകളയാൻ സമയമായി എന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കേരളത്തിലെ സ്കൂളുകളിൽ എത്രയോ മാതൃകാപരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളും അധ്യാപകരും ചേർന്ന് പഠനം പാൽപായസമാക്കുന്ന സർഗാത്മകതയുടെ ചൈതന്യം നിറഞ്ഞ എത്രയോ വീഡിയോകൾ ബഹുവിദ്യാഭ്യാസ മന്ത്രി പങ്കുവെക്കാറുണ്ട്. അധ്യാപക കൂട്ടം എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലും കാണാറുണ്ട് ഇപ്രകാരം ചില വീഡിയോകൾ. അവയൊന്നും ഷെയർ ചെയ്യാതെ ഒരു കുഞ്ഞിൻ്റെ വിഹ്വല മുഹൂർത്തങ്ങൾ പങ്കുവെച്ച് അവനെ ക്രിമിനലാക്കി അത് സാമാന്യവൽക്കരിച്ച് കേരളത്തിലെ കുഞ്ഞുങ്ങളെയാകെ മോശക്കാരായി ചിത്രീകരിക്കുന്ന മുതിർന്നവരെ നിങ്ങളുടെ ഉള്ളിലെ സാഡിസ്റ്റിനെ കുടഞ്ഞുകളയാൻ സമയമായി എന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നുവെന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം സമൂഹ മാധ്യമങ്ങളിലടക്കം വീഡിയോ പ്രചരിക്കുകയും ചെയ്ത സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പണം ഞങ്ങൾ തരും.